വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് സ്റ്റിച്ചസ് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന സ്റ്റിച്ചസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ക്ലോസറ്റ് ഹെറിംബോണാണ് ചെയ്യാൻ പോകുന്നത്. 2 ലൈനിന് വരച്ചിട്ടുണ്ട്. താഴത്തെ ലൈനിൽ കുത്തിയെടുത്തതിന് ശേഷം മേലത്തെ ലൈനിൽ ചെരിച്ചിട്ട് താഴെ കുത്തിയെടുത്ത് നേരെ മേലെ കുത്തിയെടുക്കുക. പിന്നെ നമ്മൾ ചെരിച്ച് താഴോട്ട് കുത്തിയെടുത്തതിന് ശേഷം കുറച്ച് വിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് മേലെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കുത്തിയ ഒരു ത്രെഡിൽ അവിടെ തന്നെ കുത്തിയെടുക്കുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഓരോ ത്രെഡിൻ്റെയും അറ്റുണ്ടാവും, കാണും. അപ്പോൾ അവിടെ കുത്തിയെടുക്കുക. നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ്ഡ് ഹെറിംബോൺ എങ്ങനെ ചെയ്യാമെന്നുണ്ടോ, ഇനി നമ്മൾ ക്രോസ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 2 ലൈൻ വരച്ചിട്ട് താഴത്തെ ലൈനിൽ കുത്തിയെടുക്കുക. ഇനി നമ്മൾ ക്രോസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ചെരിച്ചിട്ട് മേലെ കുത്തിയതിന് ശേഷം ആദ്യം കുത്തിയതിന് നേരെ മേലെ കുത്തിയെടുക്കുക, നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ക്രോസ് വെച്ചിട്ട് അവിടെ കുത്തിയതിന് ശേഷം പിന്നെയും ചെരിച്ച് മേലോട്ട് കുത്തുക. എന്നിട്ട് നമ്മൾ താഴെ കുത്തിയ ത്രെഡില്ലേ അവിടെ കുത്തിയിട്ട് നേരെ നമ്മൾ മേലത്തെ അറ്റത്ത് കുത്തിയെടുക്കുക. കണ്ടില്ലേ? അങ്ങനെ കുത്തിയെടുക്കുക. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെരിച്ച് താഴെ കുത്തുക, ചെരിച്ച് മേലെ കുത്തുക. എന്നിട്ട് നമ്മൾ താഴെയുള്ള അറ്റത്ത് കുത്തിയിട്ട് മേലോട്ട് കുത്തിയെടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക കേട്ടോ. നമ്മൾ ക്രോസ് സ്റ്റിച്ചും നോക്കിയില്ലേ? ഇനി നമ്മൾ ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് അതേപോലെ തന്നെ നമ്മൾ 2 ലൈൻ വരച്ചിട്ടുണ്ട്. നടുവിൽ കുത്തിയെടുക്കുക. ഒരറ്റത്ത് നടുവിൽ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതിന് നേരെ മുന്നിലായിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയെടുത്തതിന് നേരെ മേലോട്ട് കുത്തിയെടുത്തതിന് ശേഷം പിന്നെ കുത്തേണ്ടത് ഇപ്പുറത്താണ് കുത്തേണ്ടത്. താഴെ കുത്തിയതിൻ്റെ ശേഷം നടുവിലൊരു ത്രെഡ് കുത്തി വെച്ചില്ലേ നമ്മൾ, അവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് ഒരു ലോക്ക് പോലെ ആക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പിന്നെയും കുത്തിയെടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് നേരെ മുകളിൽ ചെരിച്ച് കുത്തുക. എന്നിട്ട് അതിന് താഴെ നമ്മൾ കുത്തിയതിന് ശേഷം നടുവിൽ നമ്മൾ ഒരു ത്രെഡിലെ അറ്റം അവിടെ കുത്തിയെടുക്കുക. എന്നിട്ട് ത്രെഡ് ഒരു ലോക്ക് പോലെ ആക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ആ ലൈന് നമുക്ക് ഫുള്ളാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ബോൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. 2 ലൈന് ആദ്യത്തെ പോലെ തന്നെ നമ്മൾ 2 ലൈന് വരയ്ക്കുക. അത് നമ്മൾ നടുവിൽ കുത്തിയെടുക്കുക. നീഡിൽ നടുവിൽ കുത്തിയെടുത്തതിന് ശേഷം കുറച്ച് വിട്ട് ഫ്രണ്ടിലേക്ക് താഴേക്ക് കുത്തുക. അത് നമ്മൾ ആദ്യം കുത്തിയ അതിന് നേരെ മേലെ കുത്തുക. എന്നിട്ട് നമ്മൾ നടുവിലേക്ക് കുത്തി താഴോട്ട് എടുക്കുക. പിന്നെ നമ്മൾ താഴത്തെ ലൈനിൽ നേരെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നടുവിലേക്ക് കുത്തിയില്ല, അതിന് തൊട്ട താഴെ നീഡിൽ എന്താക്കുക, താഴോട്ട് കുത്തിയെടുക്കുക. പിന്നെ നമ്മൾ മേലത്തെ ലൈനിൽ അടുപ്പിച്ച് തന്നെ കുറച്ച് വിട്ടിട്ട് കുത്തിയതിന് ശേഷം നടുവിലേക്ക് കുത്തിയെടുക്കുക. പിന്നെ താഴത്തേക്ക് കുത്തുക. പിന്നെ കുറച്ച് നടുവിലുള്ള ത്രെഡിനെ കുറച്ച് വിട്ടിട്ട് കുത്തുക. എന്നിട്ട് മേലോട്ടേക്ക് എടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ ത്രെഡ് അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. നമ്മൾ ഫെദർ സ്റ്റിച്ച് ഈ ലൈനിൽ ഫുള്ളാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫെദർ സ്റ്റിച്ച് നോക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റർലൈസിങ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച് പോലെ നമ്മൾ ചെയ്തു പോവുക. ഒരേ ലെങ്ത്തിൽ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തു പോവുക. 2 കളർ എടുക്കുന്നത് നല്ലത്. റണ്ണിങ് സ്റ്റിച്ച് ഒരു കളറിൽ ചെയ്യാം. നമുക്ക് ലേസിങ് ആയിട്ട് നമുക്ക് വേറൊരു കളർ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു വേറെ കളർ ത്രെഡ് എടുത്തതിന് ശേഷം താഴെ നിന്ന് ഫസ്റ്റത്തെ ഒരു ലൂപ്പിൽ അവിടെ കുത്തിയെടുക്കും.
കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ തൊട്ടപ്പുറത്തെ ലൂപ്പില്ല അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി പുറത്തേക്ക് എടുക്കണം, മേലേക്ക്. അങ്ങനെ താഴ്ന്ന് നമ്മൾ മേലോട്ടേക്ക് ഇങ്ങനെ ഉള്ളിലൂടെ എടുത്തുകൊണ്ട് വെക്കുക. അപ്പോൾ ലേസിങ് പോലെ ഉണ്ടാവും. അതിന് നമ്മൾ ഇൻ്റർലേസിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രീൻ ത്രെഡ് ലേസ് ചെയ്ത് പോവുക. അങ്ങനെ ഒരേ താഴ്ന്ന് തന്നെ നമുക്ക് മേലോട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. നമ്മൾ താഴ്ന്ന് നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം ഒരു കയ്യിൽ ത്രെഡ് പിടിച്ചിട്ട് മറ്റേ കയ്യിൽ സൂചി പിടിച്ചിട്ട് സൂചിയിൽ 2 വട്ടം ത്രെഡ് ചുറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം കുത്തിയില്ലേ അവിടെ തന്നെ സൂചി കുത്തിയതിന് ശേഷം നൂല് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അധികം ടൈറ്റ് ആക്കരുത്, ചെറുതായിട്ട് വലിച്ചിട്ട് താഴോട്ട് വലിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോട്ടായിട്ട് കാണും. അതേപോലെ ഒന്നുകൂടെ ചെയ്യാം. താഴ്ന്ന് കുത്തിയെടുക്കുക, 2 ചുറ്റിയിട്ട് എന്നിട്ട് താഴോട്ടേക്ക് കുത്തിയിട്ട് ത്രെഡ് ലേശം വലിക്കുക, എന്നിട്ട് താഴേക്ക് കുതിർക്കുക. അധികം ടൈറ്റ് ആക്കരുത്, അപ്പോൾ നമുക്ക് വലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിംഗ് നോട്ടാണ്. ഇതേപോലെ തന്നെ ഏകദേശം ഫ്രഞ്ച് നോട്ട് പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ താഴ്ന്ന് കുത്തിയെടുക്കുക, അതിനുശേഷം 2 ചുറ്റി വയ്ക്കുക. അത് നമ്മൾ ടൈറ്റ് ആക്കരുത്, റിങ് പോലെ അവിടെ വെക്കുക, ഇത്തിരി വലുതായിട്ട്. എന്നിട്ട് നമ്മൾ കുത്തിയെടുക്കുക. കണ്ടില്ല, അധികം നമ്മൾ ടൈറ്റ് ആക്കരുത്. ഇതേപോലെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചാണ് ലേസി ഡേസി. നമ്മൾ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ്. താഴ്ന്ന് നമ്മൾ കുത്തിയെടുക്കുക മേലോട്ടേക്ക്. എന്നിട്ട് നമ്മൾ ആ ത്രെഡില്ലേ അവിടെ തന്നെ കുത്തിയിട്ട് കുറച്ച് മേലോട്ട് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ചുറ്റുക കേട്ടോ, ത്രെഡ് ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ത്രെഡ് വലിക്കുക മേലോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ പോലെ ആയിട്ട് കാണൂല്ലേ. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ ത്രെഡിനെ കവർ ചെയ്തിട്ട് താഴോട്ടേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു ഫ്ലവർ പോലെ ആക്കാം. ഒരു 4 ഭാഗത്തും ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ലൈൻ വരച്ചിട്ടുണ്ട്. വിട്ട് കുറച്ചാട്ടോ വരച്ചത്. നമ്മൾ മേലിൽ നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ നേരെ താഴോട്ടേക്ക് കുത്തുക. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ നേരെ കുത്തിയെടുത്തില്ലേ, തൊട്ടപ്പുറം നമ്മൾ കുത്തിയെടുത്തതിന് ശേഷം താഴെ കുത്തുക. അങ്ങനെ അടുത്തടുത്തടുത്ത് ഫില്ല് ചെയ്ത് പോവുക. ഇത് ഒരു ഫില്ലിങ് സ്റ്റിച്ചാണ്. നമ്മൾ ലീവ്സും പെറ്റൽസും ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റിച്ചും കൂടിയാണ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്ന കൗച്ചിങ് ആണ്. ആദ്യം നമ്മൾ ഒരു കളർ ത്രെഡ് എടുത്തിട്ട് താഴ്ന്ന് കുത്തിയെടുക്കുക. നമ്മൾ അപ്പുറത്ത് കുത്തേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് നീഡിൽ കുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഓറഞ്ച് ത്രെഡില്ലേ അതൊന്ന് വലിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ നീഡിൽ എന്ത് ചെയ്യുക, കുറച്ച് വിട്ടിട്ട് നമ്മൾ ആ ത്രെഡിൻ്റെ അടുത്ത് തന്നെ മേലോട്ട് കുത്തിയെടുത്തതിന് ശേഷം ഒന്ന് ആ ത്രെഡ് കവർ ചെയ്തിട്ട് താഴോട്ട് കുത്തുക. എന്നിട്ട് നമ്മൾ കുറച്ച് വിട്ടിട്ട് പിന്നെ മേലോട്ടേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് താഴോട്ട് കുത്തുക. ഇങ്ങനെ നമ്മൾ വിട്ട് ഇങ്ങനെ ചെയ്തു പോവുക. ഇങ്ങനെയാണ് നമ്മൾ കൗച്ചിങ് എന്ന് പറയുന്നത്. ഈ ലൈൻ ഒന്ന് ഫുള്ളാക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ഈ ഓറഞ്ച് ത്രെഡ് താഴോട്ട് കുത്തിയിട്ട് സെക്യൂർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ബിഗിനേഴ്സിന് ഒരു ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്തെടുക്കാനുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റിച്ചസും നമ്മൾ കണ്ടു.
ഇനി നമുക്ക് ഇതിൻ്റെ വേരിയേഷൻസ് കുറേ സ്റ്റിച്ചസ് ഉണ്ട് നോക്കാൻ, അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.